എൻഡിഎയുടെ പ്രധാന ഘടകകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഹം പാർട്ടി ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെ കേരളത്തിലും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. പാർട്ടി ദേശീയ പ്രസിഡന്റും ബീഹാർ മന്ത്രിയുമായ സന്തോഷ് കുമാർ സുമൻ ലയന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഹം പാർട്ടി ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെയാണ് കേരളത്തിലും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത്. ജെഎസ്എസിലെ പ്രൊഫസർ AV താമരാക്ഷൻ വിഭാഗവും കേരള കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ മാധു സ്റ്റീഫൻ, റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് ഷെറീഫ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും ഹം പാർട്ടിയിൽ ലയിച്ചു. ലയനത്തിന് പിന്തുണയുമായി കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഹൈന്ദവ സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പാർട്ടി ദേശീയ പ്രസിഡന്റും ബീഹാർ മന്ത്രിയുമായ സന്തോഷ് കുമാർ സുമൻ ലയന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച പാർട്ടിയാണ് ഹം പാർട്ടിയെന്നും ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെ കേരളത്തിലൂടെ ദക്ഷിണേന്ത്യയിലേക്കും പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നും സന്തോഷ് കുമാർ സുമൻ പറഞ്ഞു. Organization is spreading in South India, where we have never imagined to go. This is a great opportunity for us that the people like you, the people like you that have the great acceptance in the society. You being the MLAs of the state, you are working as a social reformer, working for the people. For in all your capacity as a bishop, as a politician, as a social member in the Kerala and across the country or the South India. So this is the morale booster for the party. This is the not only the increasing of the strength but the morale booster for the party across the India. പാർട്ടിയിലേക്ക് എത്തിയ നേതാക്കളെയും പ്രവർത്തകരെയും ദേശീയ മുഖ്യ ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ പാണ്ഡെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കൈയടിക്കാൻ മറക്കണ്ടോ, ഇതൊരു പുതിയ തുടക്കമാണ്, ശക്തി കാണിക്കേണ്ട സമയമാണ്. ഹം പാർട്ടിയുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും അംഗത്വ വിതരണ ക്യാമ്പയിനും രാജേഷ് കുമാർ പാണ്ഡെ ചടങ്ങിൽ നിർവഹിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ ഹം പാർട്ടി നിർണായക ശക്തിയായി മാറുമെന്ന് പ്രൊഫസർ AV താമരാക്ഷൻ പറഞ്ഞു. കമ്മിറ്റി കൂടി ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾ ഏകകണ്ഠമായി ഹം പാർട്ടികളിൽ മെമ്പർമാരായി ആ പാർട്ടിയിൽ ലയിച്ച് കേരളത്തിൽ ഏറ്റവും ശക്തമായ മുന്നണി ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണക്കാരുടെയും കർഷകരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ഹം പാർട്ടി മുന്നിലുണ്ടാകുമെന്ന് മാത്യു സ്റ്റീഫൻ പറഞ്ഞു. ഒരു പുതിയ സൂര്യോദയം ഞാനും നിങ്ങളും ഇവിടെ നിന്ന് കാണുകയാണ്. ആ സൂര്യോദയം, അതിൻ്റെ ആർജവത്വം, അതിൻ്റെ ശക്തി, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, അത് ഈ രാജ്യത്തും ഈ നാട്ടിലും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിലും ജീവിതത്തിനുള്ള ആഭിമുഖ്യം വലുതാക്കി മാറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ദേശീയ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി സുബീഷ് വാസുദേവ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, കേരള രാഷ്ട്രീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉന്നതയായ ഒരു നേതാവ് തന്നെയായിരുന്നു KR ഗൗരിയമ്മ. പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഗൗരിയമ്മയുടെ വീട്. കാരണം അവർക്കറിയാം, JSS എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉള്ള ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു അഭിവാജ്യ ഘടകം തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആവർത്തി അവര് പല മുന്നണികളുടെ കൂടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നോക്കിക്കണ്ടു. എന്നാൽ ഇന്നൊരു സാഹചര്യം അവരുടെ മുമ്പിൽ എത്തി. അവർക്ക് അവരുടെ ശക്തി ഇനിയും ഒരു വലിയ സൈന്യമായി മാറി കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി കേരളത്തിൽ ആദ്യം കൈകൊടുക്കാൻ പോകുന്നത് ഈ JSS എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ടായിരിക്കും. SSD മൂകാംബിക ട്രസ്റ്റ് നിത്യചൈതന്യയതി വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, ബിഷപ്പ് കേസരി, ബിഷപ്പ് ഡോക്ടർ ബെസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ, ഫാദർ ബിജു സാം, ഫാദർ മത്തായി ചാക്കോ, സംസ്ഥാന പ്രസിഡന്റ് CB ജോർജ്, ചീഫ് ജനറൽ സെക്രട്ടറി ശിവശങ്കർ, കർണാടക പ്രസിഡന്റ് മായാദ് പ്രദീപ്, തമിഴ്നാട് പ്രസിഡന്റ് M ബാലാജി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു.
കേരള വിഷൻ ന്യൂസ്, കൊച്ചി.